ഇന്നലകളിൽ മിന്നിയതെല്ലാം നൂറഴകൊടെ വീണ്ടും വിരിയാം വൻ വിജയങ്ങൾ നിൻ വഴി നീളെ വന്നെതിരേൽക്കും കാലം വരവായി. മാൻ യുണൈറ്റഡിൻ്റെ കാലം വരവായോ? ആക്ച്വലി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എനിക്കൊരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. അതായത് ഇങ്ങനത്തെ ഒരു ബിഗ് മാച്ചൊക്കെ ആൻഫീൽഡിലെ പോലത്തെ ഒരു ബിഗ് മാച്ചൊക്കെ ജയിച്ച് കഴിയുമ്പോഴത്തേക്കും കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഒരു മെൻറ്റാലിറ്റി ബൂസ്റ്റ്, അത് കൃത്യമായി പ്രകടമായ ഒരു കളിയാണ്. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരു നല്ലൊരു മൊമെൻറ്റം സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഫൈനലി ഇത് ബ്രൈറ്റൺ കേഴ്സ് ഇസ് ഓവർ. ബ്രൈറ്റൺ ശാപം തീർന്നു. ബ്രൈറ്റനെ നമ്മൾ തോൽപ്പിച്ചിരിക്കുകയാണ്. അതും കൺവിൻസിംഗ്ലി തന്നെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ജയിക്കേണ്ട കളി തന്നെയാണ്. XG വൈസൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രൈറ്റനും നമ്മളൊക്കെ ഏകദേശം 1.2 XG ഒക്കെ ഉള്ളൂ. XG വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഈക്വൽ മാച്ചായിട്ട് വരും. അതാണ് ഈ XG ഒക്കെ വെച്ചിട്ട് കളി കാണുന്നവർ, ഹൈലൈറ്റ്സ് കാണുന്നവരും സ്റ്റാറ്റ്സ് വെച്ച് കളി കാണുന്നവർക്കൊക്കെ ഇതിൽ ഇപ്പോൾ ഈക്വൽ മാച്ച് ആയിരിക്കും. പക്ഷേ എനിക്കിതൊരു ഈക്വൽ മാച്ചായിട്ട് തോന്നിയിട്ടില്ല. ബ്രൈറ്റൻ്റെ കുറവും ഉണ്ട്. ബ്രൈറ്റൺ ഇന്ന് ഭയങ്കര മോശമായിട്ടാണ് അവരുടെ സാധാരണ കളിയൊന്നും കളിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ കളി, അതായത് മാൻ യുണൈറ്റഡിൻ്റെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും മോശമില്ലാത്ത രീതിയിലുള്ള കളിയായിരുന്നു. ആൻഡ് നമ്മുടെ സമ്മർ എഡിഷൻസിനെ പറ്റി തന്നെ പറയണം. സെന്നെ ലെമൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യാണ് എന്ത്. അതായത് ഇപ്പം ലിവർപൂളിൻ്റെ കളിയൊക്കെ നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ലിവർപൂൾ 4 കളികളായി ഇപ്പം പ്രീമിയർ ലീഗിൽ തോറ്റു അടുപ്പിച്ച്. അപ്പോൾ അതിലെല്ലാം അമർദാഷ്വിലിയാണ് ഗോളി. അത് വലിയ എന്താ പറയുക, ഒരു ഗോൾ കീപ്പർ എന്ന് പറയുന്നത് നിങ്ങൾ പലപ്പോഴും ഒരു കുറച്ച് കാണുന്ന ഒരു പൊസിഷൻ. അതായത് റിപ്പയറിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്ന ഒരു പൊസിഷനാണ്. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് എങ്ങനെയാണ് ഒനാനേനെ നമ്മൾ 2-2.5 കൊല്ലം വെച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അമർദാഷ്വിലി വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ ബാക്ക് ലൈനിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമർദാഷ്വിലി ഉണ്ടാക്കുന്നതല്ല, അലിസൺ എന്ന് പറയുന്ന ഒരു ജൈജാൻറ്റിക് കീപ്പർ ബാക്കിൽ ഉണ്ടായിരുന്നിട്ട് അവിടുന്ന് അമർദാഷ്വിലി വരുമ്പോഴത്തേക്കുള്ളതായിരിക്കും. ഇപ്പം നിങ്ങൾ പറയും കെല്ലഹറിനെ കഴിഞ്ഞ പ്രാവശ്യം കളിപ്പിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ. പക്ഷേ ഒരു ഡിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കരകയറണമെങ്കിൽ ഒരു കോൺഫിഡൻസ്, ഒരു എന്താ പറയുക, കലഹർ മോശമൊന്നുമല്ല, അമർദാഷ്വിലി ഭയങ്കര മോശം കീപ്പർ എന്നല്ല പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞാൽ അലിസൺ എന്ന് പറയുന്ന ഒരു കീപ്പറിന് ഇമ്പോർട്ടൻസ്. അതുപോലെയാണ് സെന്നെ ലെമൻസ് എന്ന് പറഞ്ഞൊരു കീപ്പർ ഇപ്പോൾ അലിസൺ ലെവൽസ് ഉണ്ടെന്നല്ല പറഞ്ഞു. പക്ഷേ ഒനാനയുടെ മേലെ, ഒനാന ഒരു 0 നിൽക്കുന്ന ഒരാൾക്ക് +1 കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയ കാര്യമാണ്. അപ്പോൾ സെന്നെ ലെമൻസിനെ പോലൊരു പ്ലെയർ വന്നത് നമ്മുടെ ഡിഫൻസിന് നല്ല രീതിയിൽ ഹൈപ്പ്, അതായത് കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടെന്ന് ക്ലിയർലി വിസിബിൾ ആണ്. ഞാൻ ആക്ച്വലി കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആണ്, എന്താ പറയുക, ക്ലീൻ ഷീറ്റ് ഒന്നും കിട്ടാത്തതിൻ്റെ പേരിൽ. ഞാൻ വിചാരിച്ചു ക്ലീൻ ഷീറ്റ് കിട്ടുമെന്ന്. പിന്നത്തെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയർ ലീഗ് പ്രൂവൺ പ്ലെയേഴ്സിനെ വാങ്ങുമെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാര്യം ഇന്നെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. ബേസിക്കലി ഒന്നുമില്ല. എംബോമോ കുഞ്ഞ എന്ന് പറയുന്ന 2 പ്ലെയേഴ്സ്, ഞാൻ ഇത് കുഞ്ഞ വരുന്നു എന്ന് പറയുന്ന വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് പോയി നോക്കാം. അതിൽ ഞാൻ പറഞ്ഞ പ്രീമിയർ ലീഗ് പ്രൂവൺ പ്ലെയേഴ്സ് ആയിട്ടുള്ളവരെ തന്നെ എടുക്കണം എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റായിട്ട് പ്രീമിയർ ലീഗ് പ്രൂവണായിട്ട് മേടിച്ചൊരു ഫോർവേഡ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ഒലയുടെ ടൈമിൽ. അതിന് മുന്നേ മേടിച്ചത് ലുക്കാക്കു ഒട്ടും മോശമില്ലായിരുന്നല്ലോ. ലുക്കാക്കുവിനെ ആൾക്കാർ ട്രോൾ ചെയ്യാലും ലുക്കാക്കു നല്ല ഗോൾസ് എടുത്തിട്ടുണ്ട്. അന്ത ടൈമിൽ കുറച്ച് ഫസ്റ്റ് ടച്ചിൻ്റെ ഇഷ്യൂസൊക്കെ സെക്കൻഡ് സീസൺ ഉണ്ടായാലും ലുക്കാക്കു നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. ലുക്കാക്കു ഒരു ഫ്ലോപ്പ് സൈനിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സെയിം വേ റോബിൻ വാൻ പെർസി. അങ്ങനെ തന്നെ നമ്മൾ പ്രീമിയർ ലീഗിൽ നിന്ന് മേടിച്ച മിക്കവരും നല്ല പ്ലെയേഴ്സായിരുന്നു, അതായത് ഫോർവേഡ്സ്. നമ്മൾ കുറേ കാലമായി പ്രീമിയർ ലീഗിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നില്ലായിരുന്നു. കൃത്യമായി ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ കളിയിൽ നമ്മൾ സെയിം XGസിൽ നിന്ന് എന്തുകൊണ്ട് നമ്മൾ ജയിച്ചു, നമ്മൾ 4 ഗോൾസ് എന്തുകൊണ്ട് അടിച്ചു, നമ്മൾ ഗോൾ അടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ജയിക്കുന്നത്. 1.2 XGയിൽ നിന്ന് നമ്മളങ്ങനെ 4 ഗോൾ അടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കുഞ്ഞയും എംബോമോയും ബ്രെൻഫോർഡിലും വൂൾസിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ലെസ് XGs കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കാര്യം അവരുടെ ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവ് ഗോൾ ക്രിയേഷൻ ചാൻസസ് ആണ് ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് സ്കോർ ചെയ്യാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എംബോമും കുഞ്ഞും വന്നപ്പോൾ തന്നെ ഇതൊരു പ്ലഗ് ആൻഡ് യൂസ് ഇൻസ്ട്രുമെൻ്റ് പോലെയാണ്. മറ്റേ പുറത്തുനിന്ന് ലീഗുകളിൽ നിന്നൊക്കെ മേടിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിന് മറ്റേ സ്ക്രൂ ടൈറ്റ് ചെയ്യണം, ബാറ്ററി ഇടണം, അത് കഴിഞ്ഞാൽ ഒന്ന് ചൂടായി വരണം, എന്നിട്ട് അതിന് കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലത്തെ സ്കീമാണിത്. ഇത് വാങ്ങുക, കൃത്യം പ്ലഗ് ചെയ്യുക, യൂസ് ചെയ്യുക, പ്ലഗ് ആൻഡ് യൂസ്. അതാണ് പ്രീമിയർ ലീഗ് വാങ്ങുന്നതിൻ്റെ ഗുണം. അവർക്ക് ഇതിനായിട്ടുള്ള സ്പീഡായിട്ട് അഡാപ്റ്റഡ് ആണ്, ഫിസിക്കാലിറ്റി ആയിട്ട് അഡാപ്റ്റഡ് ആണ്, എങ്ങനെയൊക്കെ ഏതൊക്കെ സൈഡ്സ് കളിക്കാമെന്ന് അറിയാം, സ്റ്റേഡിയംസ് എല്ലാം അഡാപ്റ്റഡ് ആണ് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇവർക്ക് അറൈവൽ ടൈമും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ കുഞ്ഞയുടെ കാര്യം പറഞ്ഞാൽ ചിലർ മറ്റേ 007 എന്നൊക്കെ പറയാൻ വേണ്ടി വരുമായിരിക്കും. കുഞ്ഞയുടെ കളി പോയി കാണുക, എന്നിട്ട് വന്നിട്ട് വിലയിരുത്തുക. കുഞ്ഞ എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷണൽ പ്ലെയറാണ്. ഞാൻ എപ്പോഴും പറയാം, ഞാൻ വലിയൊരു ഫാനാണ് കുഞ്ഞയുടെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ ക്യാരിങ് എബിലിറ്റി, ടൈറ്റ് സ്പേസസിൽ ബോൾ സുഖമായിട്ട് ചോദിച്ചു വാങ്ങി. ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിക്കും എങ്ങനെയാണ് അതിനിടയിൽ നിന്ന് ബോൾ കൃത്യം റിലീസ് ചെയ്യുന്നതെന്നും, ബോൾ എന്താ വല പിടിച്ച് വെച്ചിരിക്കുന്ന പോലെയൊക്കെ ചിലപ്പം ബോൾ കാലൊക്കെ നീട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ കാണാം. ഞാൻ ഇടയ്ക്ക് ആലോചിക്കും സിർക്സിയെ ഒരു കൈൻഡ് ഓഫ് ഞാൻ അങ്ങനെയൊക്കെ കണ്ടിരുന്നു. പക്ഷേ സിർക്സിയുടെ ഒരു ഡബിൾ എന്ന് തന്നെ പറയാം കുഞ്ഞ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട 2 സൈനിങ്സാണ് ഇത്. ഈ 2 സൈനിങ്സ് ആയിരുന്നു തവണത്തെ
ഇന്നത്തെ ഗെയിമിൻ്റെ ഡിഫറൻസ് മേക്കർ. മറ്റവർക്ക് ചാൻസസ് കൺവേർട്ട് ചെയ്യാൻ ആൾക്കാരില്ലായിരുന്നു, നമുക്ക് ഹാഫ് ചാൻസ് വരെ കൺവേർട്ട് ചെയ്യുന്ന രീതിയിൽ ഇന്ന് എല്ലാവരും പെർഫോം ചെയ്തു. കമ്മിങ് ബാക്ക് ടു ഈച്ച് ആൻഡ് എവരി പ്ലേയേഴ്സ്, അതാണ് മെയിൻലി പറയാനുള്ളെങ്കിൽ സെനെ ലാമൻസിന് 1-2 കാര്യങ്ങളൊക്കെ എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീ കിക്കിന് എനിക്ക് കുറ്റം പറയാൻ തോന്നുന്നില്ല. അത് ഡിപ്പ് ചെയ്ത് വന്നതാണ്. ഐ വോണ്ട് ബ്ലെയിം ഹിം. സെക്കൻഡ് ഗോളും അയാൾക്കൊന്നും ചെയ്യില്ല. പക്ഷേ സെനെ ലാമൻസിന് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, മറ്റേ ഒരു ഷോട്ട് നിങ്ങൾക്ക് ഹൈലൈറ്റ്സ് കാണുമ്പോൾ കാണിക്കുമെന്ന് അറിയില്ല, പക്ഷേ ഒരു ഷോട്ട്, ഒരു ക്രോസാണ് സംഭവം, ക്രോസ് വരിക. അപ്പോൾ ഈ ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോർണറൊന്നും ആയില്ല, പക്ഷേ ശരിക്കും അയാളുടെ ടച്ച് ഉണ്ടായിരുന്നു. ഇത് വെറുതെ ഒരു ക്രോസ് വരുന്നു, ഈ ക്രോസിന് വേണ്ടി ഇയാൾ വെയിറ്റ് ചെയ്ത് നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത് പോകുന്നു. കൃത്യം അയാൾക്കൊരു എന്താ പറയുക, ഒരു വശപ്പശവ് ഫീൽ ചെയ്തപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ടച്ച് കൊടുത്ത് അതിന് വെളിയിലോട്ട് കൊടുക്കും. ആക്ച്വലി അത് നിങ്ങൾ നോക്കിയാൽ ആ ക്രോസ് ഉള്ളിൽ പോകേണ്ട ക്രോസാണ്. ഒനാനാണെങ്കിൽ കൺഫേം ഗോളാത്. ഒനാന ആയിക്കോട്ടെ, ഭയങ്കര ആയിക്കോട്ടെ, കൃത്യം ജഡ്ജ് ചെയ്ത് കൃത്യമായ തീരുമാനങ്ങൾ സ്പ്ലിറ്റ് സെക്കൻഡ്സിൽ എടുക്കുന്നുണ്ട്. പിന്നെ ഷോർട്ട് സേവിങ്സ് മോശമൊന്നും അല്ലായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു സേവ് കണ്ടപ്പോഴത്തേക്കും ഐ റിയലി എന്താ പറയുക, ഭയങ്കര വിജിലൻ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നി. സെനെ ലാമൻസ് മാത്രമല്ല, എപ്പോഴും നമ്മൾ യുണൈറ്റഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സ് പുറത്തിറങ്ങി പോകുമ്പോഴത്തേക്കും കിടിലോട്ട് കളിക്കുന്നല്ലോ. മക്ടോമിനെ, റാസ്മസ് ഹോയിലൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? ഇവിടെ നല്ല രീതിക്ക് പ്ലേയേഴ്സിനെ നമ്മൾ ഫാൻസ് അടക്കം തെറി വിളിച്ച്, പിന്നെ മീഡിയാസിനെ അറിയാമല്ലോ. ഇപ്പം വിറ്റ്സ് മോശം പ്ലെയറാന്ന് പറയുന്നില്ല, പക്ഷേ വിറ്റ്സ് എന്നൊക്കെ പറയുന്ന പ്ലെയർ മഹാമോശമായിട്ട്, ഇത്രയും കാശിൽ വന്നിട്ട് മോശമായിട്ട് കളിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇടേണ്ട നമ്പേഴ്സ് ഒന്നും ഇടുന്നില്ലെങ്കിൽ, വിറ്റ്സ് ഒരു മാൻ യുണൈറ്റഡ് പ്ലെയർ ആയിരുന്നെങ്കിൽ ഇപ്പം തന്നെ തിരിച്ചു പോകാനെ ബുണ്ടസ്ലീഗയിലോട്ട്. ആ രീതിക്കുള്ള ട്രോൾ മെറ്റീരിയലായി മാറിയാണ്. സെസ്കോനെയൊക്കെ ബാഡ് സൈനിങ് ആയിട്ട് ഈയിടെ ജേർണലിസ്റ്റ് ഏജൻസ് എങ്ങാണ്ട് വോട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. എന്തിനാണെന്ന് എനിക്കൊന്നും അറിയത്തില്ല. സോ അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മീഡിയാസ് ഇതൊക്കെ തെറി വിളിച്ച് ഇവിടെ ഉള്ളവന്മാർക്കൊന്നും അവരെ മനുഷ്യരല്ലേ, അവർ കളിക്കാനും നേരെ പറ്റാതെ ആ പ്രഷറിൽ നിന്ന് റിലീവ്ഡ് ആയിട്ടായിരിക്കും അവർ പുതിയ ക്ലബ്ബിൽ പോയി മര്യാദയ്ക്ക് കളിക്കുന്നത്. അതേ ഇതിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രഷറുള്ളൊരു ക്ലബ്ബിലേക്ക് വന്ന് കൃത്യം പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. യുണൈറ്റഡിൽ വന്നിട്ട് ഇപ്പോൾ ഒനാനയുടെ ഷൂസ് ഫില്ല് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ആടുള്ള പരിപാടിയൊന്നും അല്ല. ബട്ട് സ്റ്റിൽ ഒരു ചെറിയ മിസ്റ്റേക്കിനെ പോലും ഭയങ്കര രീതിയിൽ സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന ഒരു ക്ലബ്ബിലോട്ടാണ് സെനെ ലാമൻസ് എന്ന് പറഞ്ഞൊരു ഒരു പ്ലെയർ വരുന്നത്. അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു പ്ലെയർ. ആ പ്ലെയർ ഗിവൺ ദീസ് കണ്ടീഷൻസ് നന്നായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. അപ്പം സെനെ ലാമൻസ്, ദാറ്റ് ഈസ് വൺ. സെക്കൻഡ് വൺ, പിന്നെ പറയാമെന്ന് വെച്ചാൽ ബാക്ക് ലൈൻ എല്ലാവരും പറയണം. ഇപ്പോൾ ഡിലീറ്റിന് ഭയങ്കര രീതിയിലുള്ള അപ്രിസിയേഷൻസ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഡിലീറ്റിന് ഞാൻ അത്ര സമയം കൊടുക്കുന്നില്ല. ഡിലീറ്റ് ഈസ് ക്വൈറ്റ് ഗുഡ് എന്നല്ല, പ്രെറ്റി ഗുഡ്, നല്ല ഡിഫൻഡറാണ് ഡിലീറ്റ്. ഐ ഹോപ്പ് ഹി സ്റ്റേസ് വിത്ത് ത്രൂ ഔട്ട് ദ സീസൺ. കാര്യം ഈവൻ വൺ ഓഫ് ദ മേജർ ഗൈസ് ഹു ക്യാൻ സെൻഡ് us ടു യൂറോപ്പ് ബാക്ക് അഗെയിൻ എന്ന് ഞാൻ വിചാരിക്കുന്ന ആളാണ്. പിന്നെ ബാക്കി യൂറോ മോശമില്ലാതെ കളിച്ചു. എനിക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂക്ക് ഷോ അതൊരു വേൾഡ് കപ്പ് പ്ലെയർ ആണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, കൃത്യമായി ഫിറ്റായിട്ടിരിക്കുന്നു, മോശമല്ലാത്ത രീതി കളിക്കുന്നുണ്ട്. ഇപ്പം നല്ലത് കണ്ടാൽ നല്ലത് പറയണമല്ലോ. അപ്പോൾ ലൂക്ക് ഷോയ്ക്ക് ആ രീതിയിൽ ആൾക്കാർ കൊടുക്കുന്നില്ല എന്ന് തോന്നുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ലൂക്ക് ഷോ മോശമല്ലാതെ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് തന്നെ മിൻഡേക്ക് ഒരു ചാൻസ് ആരെയൊക്കെ തട്ടിപ്പോകുന്നുണ്ടായിരുന്നു, എന്നിട്ട് മിൻഡേനെ അവസാനം സ്റ്റോപ്പ് ചെയ്തത് ലൂക്ക് ഷോ ആണ്. അപ്പോൾ ഇന്ന് ബാക്കി കളിച്ച എല്ലാവരും നല്ലായിരുന്നു. ഈഡൻ ഹെവൻ വന്ന് കുറച്ച്, ഇപ്പം അമറിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനെ ഞാൻ കൃത്യമായിട്ട് പറയാം. പക്ഷേ സ്റ്റാർട്ടിങ്ങിലുള്ള 3 ബാക്ക് കുഴപ്പമില്ലായിരുന്നു. ഡയലോ, ഇനി കമ്മിങ് ടു ദ വിങ് ബാക്സ്, അമാദ് ദിയാലോ എന്ന് പറയുന്ന പ്ലെയർ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എനിക്ക് ഇമ്പ്രൂവ് ഇൻ ദ സെൻസ് അവൻ്റെ പരിചയമുള്ള പൊസിഷൻ അല്ല ഈ റൈറ്റ് വിങ് ബാക്ക്, പക്ഷേ അവൻ ഫിസിക്കലി ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും കുറച്ച് ഡിഫെൻസീവ്ലി പൊസിഷനിങ്ങിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ കുഞ്ഞൊക്കെ ആയിട്ടുണ്ടെങ്കിലും അവൻ അഡാപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ഫിസിക്കലി ആയിക്കോട്ടെ, അവൻ്റെ റോൾസ് അവൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വരുന്നുണ്ട്. പക്ഷേ ഡയലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയലോ എന്ന് പറയുന്ന ഒരാളോട് എനിക്ക് ചിലപ്പോൾ വിഷമം തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രൊഫഷണലാണ്, കൃത്യമായി ട്രെയിനിങ്സും എല്ലാം ചെയ്യുന്നുണ്ട്, ഭയങ്കര ബാഡ്ജിന് വേണ്ടി കളിക്കാൻ ആഗ്രഹമൊക്കെ ഉള്ള പ്ലെയറാണ്. എനിക്ക് ഡയലോനെ അങ്ങനെ പൈസയ്ക്ക് പുട്ടടിച്ചിരിക്കുന്ന ഒരു പ്ലെയറായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ അത് പുള്ളിക്ക് അത്ര ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടില്ല. അത് പുള്ളിയുടെ കുഴപ്പം മാത്രമല്ല, പുള്ളിക്ക് അത്രയൊക്കെ മാക്സിമം പറ്റുള്ളായിരിക്കും, എനിക്കറിയില്ല. ഇന്ന് ഡാനി വെൽബക്ക് ഒരു ബോള്, തമാശ ആയിരിക്കണേ, ഡാനി വെൽബക്ക് ഒരു ബോള് ഹാഫ് ലൈനിൽ നിന്ന് തട്ടി ഓടിപ്പോയി, എന്നിട്ടൊരു ക്രോസൊക്കെ കൊടുത്തു. അത് ഓഫ് സൈഡ് ആയതുകൊണ്ട് എന്തോ ആയില്ല. പക്ഷേ ഞാൻ ആലോചിച്ചു, ഡയലോയ്ക്ക് അവിടെ നിന്ന്, അതായത് ഡയലോ റണ്ണിങ് ഡയറക്ഷനിൽ തന്നെയാണ് ഡയലോ നിൽക്കുന്നത്. അതേസമയം വെൽബക്ക് തിരിഞ്ഞ് നിൽക്കുന്ന വെൽബക്ക് തട്ടി തിരിഞ്ഞ് ബോളിന് വേണ്ടി ഓടി ബോൾ എടുത്ത് പോകുന്നു. അതിനേക്കാളും നേരത്തെ ഡയലോ അവിടെ എത്തണ്ടാണ് ശരിക്കും. വെൽബക്കിനെ അറിയാം, വെൽബക്കിൻ്റെ പ്രായം അറിയാമല്ലോ. എനിക്ക് മനസ്സിലാവുന്നില്ല, ഡയലോ എന്ന് പറയുന്നൊരു മനുഷ്യൻ ടീമിന് സ്ക്വാഡ് പ്ലെയറൊക്കെ ആയിട്ട് വെക്കാൻ കൊള്ളാം, പക്ഷേ ടീമിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല, ഹീസ് എ വെരി ഗുഡ് പ്രൊഫഷണൽ. പക്ഷേ എനിക്ക് ഒരു യുണൈറ്റഡ് ക്വാളിറ്റി ആണോ എന്ന് വെച്ചറിയില്ല. കാര്യം എവിടെയൊക്കെ ഇട്ടാലും കളിപ്പിക്കും, അതായത് തെറിയൊക്കെ കേട്ടാലും അവൻ എവിടെയൊക്കെ ഇട്ടാലും കളിക്കും. ഇപ്പം ലെഫ്റ്റ് ബാക്ക് ആയിട്ടോ റൈറ്റ് ബാക്ക് ആയിട്ട്, ഇപ്പം ഇടയ്ക്ക് ഇപ്പോഴത്തെ മെയിൻ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമാഡിനെ സബ് ചെയ്യും, കസമീറോനെ സബ് ചെയ്യും, ഒരു 60-70 മാർക്കാകുമ്പോൾ. അപ്പോഴത്തേക്ക് ഇവൻ തിരിച്ച് റൈറ്റിൽ പോയി സ്വിച്ച് ചെയ്യും.
പക്ഷേ ഡിഫെൻസീവ്ലി പുള്ളി ബോക്സിലൊക്കെ വരുന്ന ക്രോസസൊക്കെ ഡിഫെൻഡ് ചെയ്യുന്നതിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ബട്ട് വൺ ഓഫ് ദ പൊസിഷൻസ് ദാറ്റ് വി ഷുഡ് ഇമ്പ്രൂവ്, ബിക്കോസ് പകരത്തിന് വരുന്ന ഡോർഗോ ആയിക്കോട്ടെ എനിക്ക് വലിയ ഇമ്പ്രസീവ് ആയിട്ടൊന്നും തോന്നുന്നില്ല. ബട്ട് ഞാൻ ഇതിനെ മറ്റേ കുറ്റമായിട്ട് പറയുന്നൊന്നുമല്ല, നമ്മുടെ ടീമിൽ ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ട കുറച്ച് പൊസിഷൻസിനെ അഡ്രസ്സ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു വിന്നായിട്ട് എടുക്കാനും ഇത് സെലിബ്രേറ്റ് ചെയ്യാനും 3 കളി അടുപ്പിച്ച് ജയിക്കുന്നതിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല. അതൊക്കെ ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. നിങ്ങളും സെലിബ്രേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്. 3 ആഴ്ചയായിട്ട് നമുക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഇനി മിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നന്നായിട്ട് കളിച്ചു. കസമീറോ ആയിക്കോട്ടെ ബ്രൂണോ ആയിക്കോട്ടെ, ഫസ്റ്റ് ഗോൾ കയറുന്നവരെ കുറച്ച് പ്രശ്നമായിരുന്നെങ്കിലും ബട്ട് സ്റ്റിൽ എനിക്ക് കുഴപ്പമില്ലാതെ തോന്നി. 2 പേരും മോശമില്ലാതെ കളിച്ചു. പിന്നെ കസമീറോയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ ഇഫ് കസമീറോ ഗെറ്റ്സ് ഇഞ്ചുവേർഡ്, എനിക്ക് അറിയില്ല. പിന്നെ ഒരു റെഡ് കാർഡ് സ്ട്രൈറ്റ് മേടിച്ചു പോയാലും 3 കളി കസമീറോ കാണില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കളി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കസമീറോ പോയതിന് ശേഷം മെയിനുവിനെ കൊണ്ടുവരുന്നു. അപ്പോൾ മെയിനു ബ്രൂണോ നെവർ വർക്ക്സ്. ആ സിസ്റ്റത്തിൽ മെയിനു ബ്രൂണോ എന്തായാലും വർക്ക് ചെയ്യില്ല. ഇറ്റ് ഷുഡ് ബി എയ്തർ ഉഗാർത്തെ ഓർ കസമീറോ ഇൻ വൺ പൊസിഷൻ. ഉഗാർത്തെ അല്ലെങ്കിൽ കസമീറോ ആ പൊസിഷന് വേണം, ഇപ്പുറത്ത് ബ്രൂണോ ഓർ മെയിനോ വേണം, എന്നാലേ കളി നടക്കൂ. അല്ലാതെ ഒരിക്കലും ബ്രൂണോ മെയിനു എന്ന് പറയുന്ന സാധനം നടക്കില്ല. സെയിം വേ എനിക്ക് തോന്നുന്നില്ല കസമീറോ ഉഗാർത്തെ നടക്കുമെന്ന് തോന്നുന്നില്ല. സോ ഇറ്റ് ഷുഡ് ബി എ കോമ്പിനേഷൻ ഓഫ് കസമീറോ / ഉഗാർത്തെ ആൻഡ് ബ്രൂണോ / മെയിനു. ഇത് ഇന്ന് കളി കൃത്യം കണ്ടവർക്ക് മനസ്സിലാവും. മെയിനു വന്നതിന് ശേഷം നമ്മൾ കുറച്ച് ക്ലൂലെസ് ആയി നടുക്ക്. മെയിനുവിൻ്റെ പ്രശ്നമില്ല, കാര്യം മെയിനു അവിടെ അമോറിൻ്റെ സിസ്റ്റത്തിൽ അവിടെ ഒരു ഡിഫെൻസീവ് എബിലിറ്റീസ് കൂടുതലുള്ള ഒരു പ്ലെയറാണ് വേണ്ടത്. മെയിനു ബോൾ ക്യാരിങ് എബിലിറ്റി ഉള്ളൊരു പ്ലെയറാണ്. അപ്പം അത് കൃത്യമായിട്ട് അമോറിം അഡ്രസ്സ് ചെയ്യുന്ന. അതേവിടെ തന്നെ ഡോർഗുവിനെ കൊണ്ടുവന്നിട്ട് ഡോർഗു അത്യാവശ്യം മോശമായിരുന്നു. ഡോർഗു ഒക്കെ മറ്റേതൊക്കെ വെറുതെ മിൻറ്റേനായിട്ട് ഒരു ഗോൾ മേടിച്ചതാണ്. റെഡ് കിട്ടാത്തത് ഭാഗ്യം. അതായത് വലിയ ടച്ചൊന്നുമില്ല, പക്ഷേ അതൊരു ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ബട്ട് എന്തുകൊണ്ട് മിൻറ്റെ അത് എന്താ പറയുക കൺട്രോൾ ചെയ്തത് തെറ്റായി പോയതുകൊണ്ടാണ് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത്. അതൊന്നും ഒരു ആവശ്യമില്ലാത്ത ഹോളായിരുന്നു. നമ്മൾ ക്രൂസ് കൺട്രോൾ നിൽക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇത് കൊടുക്കുന്നത്. അപ്പം ഡോർഗു എന്ന് പറയുന്നത് ഭയങ്കര ഒരു പയ്യനാണ്. അവന് ഒരാളെ കണ്ടു വളരേണ്ട ഒരു പയ്യനാണ്. പക്ഷെ അങ്ങനെ കണ്ടു വളരാൻ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ലെഫ്റ്റ് ബാക്സ് ഒന്നും ഇല്ല ടീമിൽ. ആകെ ലൂക്ക് ഷോ മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ ലെഫ്റ്റ് ബാക്കായിട്ട് ആരുമില്ല. നല്ല പേസും എല്ലാം ഉള്ള ഒരു റോ മെറ്റീരിയലാണ്. പക്ഷേ അവനൊന്നും തേച്ച് മിഴുകി എടുക്കാൻ സമയം എടുക്കും. അതാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഫ്രണ്ടിൽ കളിക്കുന്ന ഞാൻ ഓൾറെഡി പറഞ്ഞു, എംബുവം ആയിക്കോട്ടെ കുഞ്ഞെ ആയിക്കോട്ടെ, വെരി ഗുഡ്, വെരി എഫിഷ്യൻറ്റ്. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കുഞ്ഞെ കുറച്ചുകൂടെ ഡീപ്പായിട്ടൊക്കെ ഇറങ്ങി വന്ന് ഇടയ്ക്ക് ബ്രൂണോയും കുഞ്ഞായിട്ട് സ്വിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് കുഞ്ഞയും കുറേ ഡീപ്പായിട്ട് ഇറങ്ങി വന്ന് ഡിഫൻസിനെയൊക്കെ സഹായിച്ച് എല്ലാം ചെയ്യുന്നുണ്ട്. സോ കുഞ്ഞെ ഒരു അടിപൊളി പാക്കേജാണ്, വെർത്ത് മണിയാണ് രണ്ടുപേരും, ഒന്നും പറയണ്ട. പിന്നെ സെസ്കോ ഇന്നത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ചാൻസ് ഉണ്ടായിരുന്നു സെസ്കോയ്ക്ക്, കാരണം സ്കോർ ചെയ്യാനുള്ള ലെഫ്റ്റിൽ തന്നെ കിട്ടിയൊരു ഷോട്ട്, പക്ഷേ അത് വൈഡായിട്ട് അടിച്ച് കളഞ്ഞു. സെസ്കോയ്ക്ക് മേ ബി അവനെ മറ്റേ ലിവർപൂൾ മാച്ചിൽ ബെഞ്ച് ചെയ്തതിൽ എന്തായാലും ഇത് കാണുമ്പോഴത്തെ എനിക്ക് തോന്നുന്നു അതൊക്കെ പിക്കപ്പ് ചെയ്ത് വരും, നോ പ്രോബ്ലം. പിന്നെ വി ഹാവ് എ ഗുഡ് സ്ക്വാഡ്. അതായത് പ്രീമിയർ ലീഗ് അടിക്കാനൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എന്താ പറയുക, യൂറോപ്പിൽ ടോപ്പ് 4 കിട്ടാനുള്ള സ്ക്വാഡൊക്കെ നമുക്കുണ്ട്. കാര്യം ബെഞ്ചിൽ നിന്ന് വരുന്നതൊക്കെ ഉഗാർത്തെ, മെയിനു, ദേ ആർ നോട്ട് എ ബാഡ് ബെഞ്ച് പ്ലെയേഴ്സ്. ഉഗാർത്തെ ആയിക്കോട്ടെ, മെയിനു ആയിക്കോട്ടെ, ഈവൻ ഇപ്പോൾ മഗ്വയർ ബെഞ്ചിലുണ്ടായിരുന്ന മഗ്വയർ ഉണ്ട്, ഇല്ലെങ്കിൽ സിർക്സി, മോശമില്ലാത്ത ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സിർക്സിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെവിടെ ബോൾ വെച്ച് ടൈം കളയാനൊക്കെ പറ്റിയൊരു പ്ലെയറാണ് സിർക്സിയൊക്കെ. അപ്പം പിന്നെ മൗണ്ട്, ഇവരെല്ലാവരും അവൈലബിൾ ആണ് ബെഞ്ചിൽ. അപ്പം നല്ലൊരു ബെഞ്ചും നല്ലൊരു സ്ക്വാഡും ഒക്കെ ഉള്ളിടത്തോളം യുണൈറ്റഡ് മോശമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആഫ്കോൺ ആകുമ്പോഴത്തേക്ക് എന്താണെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. മെയിൻലി നന്നായിട്ട് കളിച്ചു, വെൽ ഡിസേർവ്ഡ് വിക്ടറി ആയിരുന്നു. എനിക്ക് ഒരു നെഗറ്റീവ്സ് പറയാനൊന്നും തോന്നുന്നില്ല, നെഗറ്റീവായിട്ടും കൂട്ടണ്ട. ഞാനിങ്ങനെ ജസ്റ്റ് എന്നെ ഓർമ്മയിൽ നിന്ന് ഓരോന്നെടുത്ത് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമ്മൾ സിറ്റ് ബാക്ക് ചെയ്യുന്ന ടീംസിൻ്റെ കൂടെ ആയിരിക്കും എനിക്ക് അമോറിയും കുറച്ചുകൂടെ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നതെന്ന് തോന്നുന്നു. അടുത്തത് ഡൈഷ് ബോളാണ്, ബ്രെക്സിറ്റ് ബോൾ വരാൻ പോവാണ്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ഫസ്റ്റ് കളി 2-0 അവർ ജയിച്ചു യൂറോപ്പ ലീഗിൽ. അപ്പോൾ ബ്രെക്സിറ്റ് ബോൾ വരാൻ പോവാണ്. ബ്രെക്സിറ്റ് ബോൾ ഷോണ്ടേഷ് ബോൾ ഈസ് കമ്മിങ് ബാക്ക്. അപ്പം ഷോണ്ടേഷ് ബോളിൻ്റെ ആദ്യത്തെ ഇരകൾ നമ്മളാവുമെന്ന് നോക്കാം. പക്ഷേ ആവാതിരിക്കട്ടെ. എനിക്ക് മെയിനായിട്ട് അതാ പറഞ്ഞത്, മെൻറ്റാലിറ്റി ഷിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 2-3 പെനാൽറ്റി ഷോട്ട്സ് ഉണ്ടായിരുന്നു. യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പെനാൽറ്റി ഷോട്ട്സ് വരുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ബ്രൂണോ മറ്റേ റഫറിയുടെ ചെവി അടിച്ച് പറിക്കാൻ പോകും, ഇതെന്താണെന്ന് ചോദിക്കാൻ പോകും, അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഈ മറ്റേ വാറ് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒന്ന് പതുക്കെ ഒരു മന്ദതയിലൊക്കെ ആയിരിക്കും കളിക്കുന്നത്. ഇതങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ആൻ്റണി ടെയ്ലർ വേസ്റ്റ് ആയിരുന്നു, അതിപ്പം ബ്രൈറ്റൺ ആയിക്കോട്ടെ നമുക്കായിക്കോട്ടെ വേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് ഇവർ ഇതിനു വേണ്ടി കരഞ്ഞൊന്നുമില്ല, നൈസായിട്ട് കൃത്യമായിട്ട് അതിനെ പുഷ് ചെയ്ത് കളയുന്നു. നല്ല രീതിക്ക് ഇൻറ്റൻറ്റ് കാണിച്ച് തന്നെ
പെനാൽറ്റി നീ തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ അടിച്ചോളാം എന്നുള്ള രീതിയിലാണ് ഗോൾസ് അടിച്ചത്. അടിപൊളി ഗോളായിരുന്നു കുഞ്ഞാട് ഓപ്പണിംഗ് ഗോളൊക്കെ. സോ അതാണ് മെൻറ്റാലിറ്റി ഷിഫ്റ്റായിട്ട് ഞാൻ പറയുന്നത്. 7 മിനിറ്റൊക്കെയാണ് അഡീഷണൽ കൊടുത്തിരിക്കുന്നത്. എന്തിനായിരുന്നു എന്തോ എനിക്കറിയില്ല. അപ്പുറത്ത് 7 മിനിറ്റ് കൊടുത്ത് ലിവർപൂളാണ്. എന്നിട്ട് ഞാൻ കളി കണ്ടേ, എന്നിട്ട് 4 മിനിറ്റ് എക്സ്ട്രാ ഒക്കെ കൊടുത്തു. 11 മിനിറ്റൊക്കെയാണ് അവർ കളിച്ചത്. അതിലാകെ 2 മിനിറ്റ് എങ്ങാണ്ട് ഹെഡ് ഇഞ്ചുറി ആയിട്ട് പോയിട്ടുള്ളൂ. അറിയില്ല, റെഫറിങ് കുറച്ച് കോമഡിയാണ്. പക്ഷേ ആണ് മെൻറ്റാലിറ്റി ഷിഫ്റ്റ് കാണുന്നുണ്ട്. ഡൈഷ് ബോളിൽ നമ്മൾ വീഴാതെ ഡൈഷ് ബോൾ കൃത്യമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യാൻ അമോറമിന് സാധ്യതയുള്ള കൈൻഡ് ഓഫ് ടീം സെറ്റപ്സാണ് അതൊക്കെ. പക്ഷെ നമ്മൾ ആദ്യം ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ കളി നമുക്ക് കിട്ടും, ഉറപ്പാണ്. സോ ഐ ഹോപ്പ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഗെറ്റ് എ ഗുഡ് സ്ട്രീക്ക് ഔട്ട് ഓഫ് ഇറ്റ്. മറ്റേ ചങ്ങായി മുടി വെട്ടോട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ ഐഡിയാസ് താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ.